അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ മിഅ്റാജിൻ്റെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുമ്പോൾ മറ്റു സുന്നത്തും കൂടെ കൂട്ടത്തിൽ കരുതിയാൽ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് തന്നെ വിവിധ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവ ഏതെല്ലാം എന്ന് നോക്കാം. 1. മിഅ്റാജ് നോമ്പ്. 2. റജബ് മാസത്തിലെ നോമ്പ്. റജബ് മാസം മുഴുവനായി നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ടല്ലോ. 3. അയ്യാമു സൂദിൽ അഥവാ കറുത്ത വാവിൽപ്പെട്ട ദിവസം എന്ന നിലക്കുള്ള നോമ്പ്. മാസം 27 അയ്യാമു സൂദിൽ പെട്ടതാണെന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 4. വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്. ഇപ്രാവശ്യം ഫെബ്രുവരി 8 വ്യാഴാഴ്ച ആയതിനാൽ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടി കരുതാവുന്നതാണ്. 5. പ്രായപൂർത്തിയായ ശേഷം കഴിഞ്ഞുപോയ ഏതെങ്കിലും റമദാൻ മാസത്തിൽ ആർത്തവം കാരണമോ അല്ലെങ്കിൽ ഗർഭകാരണമോ അതുമല്ലെങ്കിൽ പ്രസവിച്ചതിൻ്റെ കാരണമോ അതുമല്ലെങ്കിൽ രോഗം കാരണമോ തുടങ്ങിയവ പോലെയുള്ള ഏതെങ്കിലും കാരണത്താലോ കാരണമില്ലാതെയോ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അതും കരുതിയാൽ അതും ലഭിക്കുന്നതാണ്. എന്നിങ്ങനെ 5 നോമ്പുകൾ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് ലഭ്യമാക്കും. ഇനി നാളത്തെ മിഅ്റാജ് നോമ്പിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെ നോക്കാം. നവൈതു സൗമുദ്ദീൻ അൻ അദാ ഈ സുന്നത്തി റജബി ഹാദി ഈ സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ അദായ സുന്നത്തായ റജബ് മാസത്തിലെ മിഅ്റാജിൻ്റെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. നാളെ പവിത്രമായ ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടു കൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.